സരസ്വതി ദേവി ലക്ഷ്മി ദേവിയെ ശപിച്ച കഥ നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ സരസ്വതി ദേവി ബ്രഹ്മലോകത്തിൽ തന്റെ വീണ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ലക്ഷ്മി ദേവി അവിടേക്ക് വന്നത്. സരസ്വതി ദേവി ചോദിച്ചു, ലക്ഷ്മി ദേവി, താങ്കൾ ബ്രഹ്മലോകത്തിലേക്ക് പതിവായി എന്തുകൊണ്ട് വരാറില്ല? ലക്ഷ്മി ദേവി മറുപടി പറഞ്ഞു, എനിക്ക് ലോകത്തിന്റെ നന്മക്കായുള്ള പ്രവർത്തനങ്ങൾ കാരണം ഒട്ടും സമയം കിട്ടാറില്ല. നിങ്ങളെപ്പോലെ വെറുതെ വീണ മാത്രം വായിക്കേണ്ടതായിരുന്നെങ്കിൽ എനിക്കും സമയം ഉണ്ടാകുമായിരുന്നു. ഈ വാക്കുകൾ കേട്ടതോടെ രണ്ട് ദേവിമാരും തമ്മിൽ തർക്കം തുടങ്ങി. തർക്കം തീർക്കാനായി അവർ വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ഗംഗാദേവി നേരത്തെ തന്നെ എത്തിയിരുന്നു. ലക്ഷ്മി ദേവി വിഷ്ണുവിന്റെ അടുത്ത് പോയിരുന്നു. എന്നാൽ ആരും സരസ്വതി ദേവിയെ ഇരിക്കാൻ ക്ഷണിച്ചില്ല. അപ്പോൾ ലക്ഷ്മി ദേവി പറഞ്ഞു, എന്റെ സ്ഥാനം വിഷ്ണുവിന്റെ ഹൃദയത്തിലാണ്. ഗംഗാദേവിക്ക് അദ്ദേഹത്തിന്റെ കാൽക്കൽ സ്ഥാനമുണ്ട്. ഇവിടെ താങ്കൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ഈ അപമാനം സരസ്വതി ദേവിക്ക് സഹിക്കാനായില്ല. കോപത്തോടെ അവർ ലക്ഷ്മി ദേവിയെ ശപിച്ചു. താങ്കൾക്ക് സ്വന്തം പ്രാധാന്യത്തെക്കുറിച്ച് ഇത്രയധികം അഹങ്കാരമുണ്ടെങ്കിൽ ഞാൻ താങ്കളെ ഇവിടെ നിന്ന് അകറ്റുകയാണ്. താങ്കൾ ഭൂമിയിൽ തുളസി ചെടിയായി ജനിക്കും. അവിടെ താങ്കൾക്ക് വിഷ്ണുവുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല. എന്നാൽ വിഷ്ണു ഭഗവാൻ സരസ്വതി ദേവിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, ഈ ലീലയുടെ പിന്നിലും മനുഷ്യരുടെ നന്മയ്ക്കുള്ള ഒരു ദിവ്യമായ ഉദ്ദേശമുണ്ട്. ദേവിയുടെ ശാപത്തിലൂടെ ലക്ഷ്മി ദേവി തുളസിയായി ഭൂമിയിൽ വസിക്കുമ്പോൾ മനുഷ്യർക്ക് ഭക്തിയുടെ മാർഗം കാണിച്ചു കൊടുക്കുകയും ഇത് മനുഷ്യരെ എന്നിലേക്ക് അടുപ്പിക്കുകയും അവർക്ക് മോക്ഷമാർഗം കാട്ടിക്കൊടുക്കുകയും ചെയ്യും.